ഇന്ന് നമ്മോട് ആര് വരദാനം ആവശ്യപ്പെടുകയാണെങ്കിലും നാം ഒന്നും ചോദിക്കാതെ തന്നെ തഥാസ്തു എന്ന് പറയുന്നതാണ്. അപ്പോൾ നാം ശ്രദ്ധാപൂർവം ഇരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു വരദാനം നാമും നൽകിയിരുന്നു, അതിന്റെ പരിണാമം നമ്മൾ അനുഭവിച്ചതുമാണ്. അങ്ങ് ഏതൊരു കാര്യവും ഒരു കാരണവുമില്ലാതെ ചെയ്യുകയില്ലല്ലോ സ്വാമി. ഈ പ്രകാരം നോക്കുന്നത് എന്താണ് സ്വാമി? നമ്മെ പോലൊരു വൈരാഗിയുടെ കണ്ണുകളിൽ നിന്ന് അശ്രു പൊഴിയുമ്പോൾ അവരെയെ പോലൊരു കരുണാമയ്ക്ക് എത്ര കഷ്ടതകൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അതേപ്പറ്റി അനുമാനിക്കുവാൻ പോലും കഴിയുന്നില്ല. പാർവതി, നാം പിതാവിന്റെ കർത്തവ്യങ്ങൾ തീർച്ചയായും നിർവഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു പതിയുടെ കർത്തവ്യങ്ങളിൽ നിന്ന് സദാ അകന്നു പോവുകയാണ്. ഇത് നാം മനസ്സിലാക്കുന്നുമുണ്ട്. അങ്ങ് ആദർശവാനായ പിതാവ് മാത്രമല്ല, ആദർശവാനായ പതിയും കൂടിയാണ് സ്വാമി. പ്രേമത്തിന് ഇത്രയും ഉത്കൃഷ്ടമായ ഒരു നിർവചനം മറ്റെന്താണുള്ളത് സ്വാമി?